അവിടെ നിന്ന് വന്ന കുറേ പ്രസാദങ്ങളുണ്ട് കേട്ടോ. നാളികേരം, ഈന്തപ്പഴം, ഇതൊക്കെ അമ്പലത്തിന് പ്രസാദമാണിത്. ഇതൊരു തെനപ്പൊടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ, വ്യത്യാസം. അങ്ങനെ കുറേ തെനപ്പൊടികളുണ്ട്. അങ്ങനത്തെ പാക്കറ്റ്സ് നിറയെ ഉണ്ട്. ഇത് തെനപ്പൊടി. അതുപോലെ ഒരുപാട് പ്രസാദങ്ങളായിട്ട് കുറേ ഉണ്ട് കേട്ടോ. ഈ ബാഗ്സൊക്കെ പ്രസാദങ്ങളാണ് നമുക്ക് കിട്ടിയത് അവിടെ നിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്. ഇനി നമ്മൾ വാങ്ങിച്ച കുറേ സാധനങ്ങൾ, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ, ഇതൊക്കെ പ്രസാദമാണ് കേട്ടോ. ഇത് തമിഴ്നാട്ടിലെ പ്രസാദ കളർ ബാഗ് ഉണ്ടോ നമുക്കറിയാം. അപ്പോൾ കുറേ പേർക്ക് നമ്മൾ പ്രസാദമൊക്കെ കൊടുക്കണം. ഇത് ഓക്കെ. പിന്നെ ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാണ്. ഇത് നമുക്ക് എല്ലാം അവിടെ നിന്ന്, ഉടുപ്പി, അതുപോലെ ഭഗവതിയുടെ അവിടെ നിന്ന്, മൂകാംബിക അവിടെ നിന്ന്, പിന്നെ മുരുടേശ്വരിന്ന്, എല്ലാം അവിടെ നിന്ന് നമുക്ക് പ്രസാദങ്ങളുണ്ട്. അമ്പലത്തിൽ പോവുക പറഞ്ഞ പ്രസാദം എന്നാണല്ലോ എൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. വാങ്ങിച്ച ഒരു പ്രധാനമായിട്ടുള്ള ഒരാൾ നമ്മുടെ ഉടുപ്പി കൃഷ്ണനാണ്. കണ്ടോ, ഉടുപ്പി കൃഷ്ണൻ നമ്മൾ വാങ്ങിച്ചു ഭഗവാന്റെ. അതുപോലെ നമ്മൾ മൂകാംബിക ദേവിയുടെ ഫോട്ടോയും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച ഫോട്ടോ ആണ്. ഉടുപ്പി മൂകാംബിക അവിടെ വെച്ചു ഞാൻ വന്നിട്ട് പൂജാമുറിയുടെ അവിടെ. കുറച്ച് ഗ്ലെയർ അടിക്കുന്നതുകൊണ്ട് കാണുന്നില്ല മൂകാംബിക ദേവി. പിന്നെ നമ്മൾ ആണ് കേട്ടോ. ഞങ്ങളുടെ ചേച്ചി അവർ 100 rupees കൊടുത്താൽ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. ഇതാ ചേച്ചി സുരേട്ടനും ഞങ്ങളും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ. ഈ സാധനം മേടിച്ചതൊക്കെ കാണിക്കാം കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോയി വന്നാൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യുമല്ലോ, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഈ ഷോപ്പിങ്ങിൽ ഇതെനിക്ക് ഷോപ്പിംഗ് അല്ല കേട്ടോ. ഇതൊരു മൂകാംബിക ക്ഷേത്രത്തിലൊരു സ്ത്രീ അവർ സുമംഗലികൾക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാവേ. അന്നത് അവർക്ക് എന്തോ നേർച്ചയാണ്. അത് ഇങ്ങനെ ഒരു ചടങ്ങുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഒരു 2 കുപ്പിവള തന്നു, ഒരു മഞ്ഞ ചരട് തന്നു, പിന്നെ ഇത് കുങ്കുമം, ഇത് മഞ്ഞൾ, ഒരു കുഞ്ഞു കണ്ണാടി ഫോട്ടോ മുഖം കാണിക്കാൻ, പിന്നെ ഒരു കുഞ്ഞു ചീർപ്പ്. എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഐതിഹ്യമാണ് തോന്നുന്നുണ്ട് കേട്ടോ. ക്ലിയറായിട്ട് പറഞ്ഞത് മൂകാംബിക ദേവിയുടെ, സരസ്വതി ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട്, ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. ഇതൊക്കെ ഈ ഐറ്റംസ് അവർ അമ്പലത്തിൻ്റെ അകത്ത് വെച്ചിട്ട് കല്യാണം കഴിഞ്ഞാൽ കുറച്ച് പേർക്ക്, എല്ലാവർക്കും ഇല്ല, ഇപ്പം 10-20 പേർക്ക് അവരവിടെ ഒരു ട്രെയിൽ കൊണ്ടുവന്ന് നമ്മൾക്ക് തന്നിട്ട് നമ്മളുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ചടങ്ങാണ്. അപ്പോൾ അവർ തന്നതാണ് ഇതൊക്കെ കേട്ടോ. കുപ്പിവളകളൊക്കെ ഉണ്ടോ. ഓക്കെ. ഇതാണ് ഈ ബ്രാഹ്മിൻസിൻ്റെ ഇടയിലുള്ള ഒരു ചടങ്ങാണത്. ഓക്കെ. ഇതൊരു ഐറ്റം എന്താണെന്നറിയോ, ഇത് ഞാൻ നന്ദുവിന് വേണ്ടി മേടിച്ചതാണ്. നന്ദുവിന് ഇഷ്ടമുള്ളൊരു സാധനമാണ് ലേസർ പെൻ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ലേസറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ. ചെയിനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ. ഓ, ഇത് ലൈറ്റ്. അയ്യോ, ഇതൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇതാ കണ്ടോ, ലൈറ്റ്സ് ഡിഫറെൻറ്റ് റേഞ്ചിൽ. പിന്നെ ഇങ്ങനെ തിരിച്ചാലൊക്കെ പല ഡിസൈൻസ് വരും കേട്ടോ. ഇതുണ്ടോ, ഇവിടെയൊക്കെ കാണിക്കുന്ന ഇങ്ങനെ. നമ്മളെവിടെ അടിച്ചത് റോക്കോ അത് കണ്ടിട്ട് നോക്കിക്കോട്ടോ. റോക്കുന് ഇതാ, റോക്കോ എവിടെ ഇതാ ലൈറ്റ്സ്, സീ ലൈറ്റ്സ്. റോക്കോ ഇവിടെ ഉണ്ട് എൻ്റെ അടുത്ത്. ലൈറ്റ് നോക്കൂ. ഈ വാട്ട് ഈസ് ദിസ്? ഇതാ റോക്കു നോക്കണുണ്ടോ? റോക്കു ഇതാ ലൈറ്റ് പോണു. രാത്രിയാകുമ്പോൾ കുറച്ചും കൂടെ ഭയങ്കര രസമായിരിക്കും. എന്താ റോക്കു അത് നോക്കിക്കൊണ്ടിരിക്കണുണ്ടോ? ഇതെവിടെ നിന്ന് ഇത് ഓടി വരണമെന്ന്. റോക്കു ഇത് നന്ദു മാമനുള്ളത് കേട്ടോ. ഞങ്ങൾ മേടിച്ചത് ഇതാ ബ്രേസ്ലെറ്റ്. ഇത് ഞാൻ എവിടെ പോയാലും മേടിക്കും. ഇപ്പം നമുക്കറിയാം നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സംതിങ് വളയോ ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാവണം എന്നാണ്. എന്നുവെച്ചാൽ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൈത്തണ്ടാകുന്നത്. അപ്പോൾ ഓം എന്ന് എഴുതിയ ഒരു ബ്രേസ്ലെറ്റ് കേട്ടോ. ഓം എന്ന് എഴുതിയിട്ടുള്ള ബ്രേസ്ലെറ്റ്. ഓക്കെ. അങ്ങനെ കുറച്ചെണ്ണം ബ്രേസ്ലെറ്റ്സ് നമുക്ക് ആരെങ്കിലും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം എന്നിട്ട് കുറച്ച് ബ്രേസ്ലെറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് കുറച്ച് ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളുണ്ടോ, കമ്മലുകളുണ്ടോ. എന്തു ഭംഗിയാ. സി നല്ല ഭംഗിയുള്ള കമ്മലുകൾ കേട്ടോ. നല്ല അടിപൊളി കമ്മലുകളാണ്. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിച്ചതാണ്. നല്ല കമ്മലുകൾ കേട്ടോ. ഇത് ഒരെണ്ണം വിദ്യമോൾക്കും വേണം. വിദ്യമോൾക്കും കൂടെ ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അവളിങ്ങനത്തെ കമ്മലൊക്കെ ഇടുമെന്നറിയില്ല, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനുള്ള കമ്മലുകളാണ്. നല്ല കല്ലുകൾ. അവിടെ നല്ല ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. മൂകാംബികയിലും ഉണ്ട്, എല്ലാവരുടെയും ഷോപ്പിങ്സൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ വിൻകായം പോലെ വയ്ക്കുന്ന ഒരു സാധനം ഇതുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ ഐശ്വര്യമാണ് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്.
ഇതൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ട് കുറേ സാധനങ്ങൾ അല്ലേ. ചേട്ടാ അത് മണി ഇങ്ങനെ അടിക്കോ, ഫ്രണ്ട് കാണിക്കൂ, മുൻവശം കാണിക്കൂ. സി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. തരും എൻ്റെ കയ്യിൽ ഇതുണ്ടോ, സോ നൈസിലെ ആ കളറ് നോക്കൂ, റോയൽ ബ്ലൂ കളറും അതിൻ്റെ അടിപൊളി സാധനം. ഇത് ശിവേട്ടൻ മേടിച്ചല്ലേ, എനിക്കായും നമ്മൾ ദൃഷ്ടിക്ക് വേണ്ടി വെക്കുകയെന്ന് അറിയില്ലേ, അങ്ങനത്തെ സാധനമാണ് കേട്ടോ. മേടിച്ചത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ വിദ്യമോൾക്കാണേ, വിദ്യമോൾക്കൊരു ലോട്ടസ് മാല ഇതുണ്ടോ, ലോട്ടസിൻ്റെ അടിപൊളിയുണ്ട് ലോട്ടസ്. സി ഇങ്ങനെ കാണിച്ചു തരാം, പിടിച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ ലോട്ടസ് മാല, ഇതുണ്ടോ അടിപൊളിയായിട്ടില്ലേ ലോട്ടസ്. ചേട്ടാ ഇങ്ങനെ പിടിക്കുമോ, നല്ലത് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ പിടിച്ചോളൂ കേട്ടോ. ഒരു മിനിറ്റേ, ശിവേട്ടനെ കൊണ്ട് ഷൂട്ട് ചെയ്യും, ഒരാളുടെ സഹായമില്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് നോക്കൂ, കയ്യിൽ വെച്ച് കാണുന്നുണ്ടോ, ഒരു ചോക്കർ മോഡൽ. വീഡിയോ ക്ലാരിറ്റി ഇല്ലല്ലോ. ഓക്കെ, ദിസ് ഈസ് കണ്ടോ ബ്യൂട്ടിഫുൾ താമരമാല ചോക്കറായിട്ട്. വിദ്യമോൾക്ക് മേടിച്ചതാണ് ഞാൻ, അവൾ ഇടുമെന്നറിയില്ല എന്നാലും. ഉണ്ടോ ഇവിടെ കുറച്ചിങ്ങനെ മാലകൾ, സിൽവർ ഷേപ്പിൽ. അതിൽ താഴെ ആരാ നോക്കൂ, കണ്ണൻ, 2 കണ്ണൻ്റെ മേടിച്ചു. ഇതൊന്ന് തൃശൂലം, ശിവഭഗവാന്റെ തൃശൂലം. ഇത് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ നല്ല ഗത, നല്ല വെയിറ്റ് അല്ലേ, ഗതയാണ് ഉള്ളതുണ്ടോ, നല്ല വെയിറ്റുള്ള അത് ഗത. അങ്ങനെ ഇത് വരുമ്പോൾ അപ്പോൾ നമുക്കിതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം, നമ്മൾ യൂസ് ചെയ്യാം, ഗിഫ്റ്റ് കൊടുക്കാം. ഹനുമാനും ഇഷ്ടപ്പെടുന്നതാണ്. ഇത് നന്ദു പറഞ്ഞിട്ട് വിദ്യക്കൊരെണ്ണം മേടിച്ചതാണ്. ഐ ലവ് മൈ സിസ്, ഒരു കീ ചെയിൻ നന്ദു ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതായത്. അപ്പം ഇതൊക്കെയാണ് സാധനങ്ങൾ കേട്ടോ. ഇനിയുണ്ട്, കാണിച്ചു തരാവേ. ഇത് കുറച്ച് വളകൾ കേട്ടോ, നല്ല 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 വളകളാട്ടോ. തുറന്ന് കാണിച്ചു തരാം. ശരി, സൈസ് ഓരോന്ന് 2.6, 2.4 എല്ലാ ബാംഗിൾസും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. ഭയങ്കര ഭംഗി ഓരോന്നും കാണാനായിട്ട് നമുക്ക് നല്ല ഗുഡ്. അതിൻ്റെ ഞാൻ ഒരു ചെറിയ സൈസും കൂടെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. നല്ല 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 വെയിറ്റും ഉണ്ട്. അതുപോലെ ബാംഗിൾ നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ. ലോക്കൽ ഇതുണ്ട് എല്ലാം നല്ല. നമുക്കിവിടെ ഇങ്ങനെ ഒരഞ്ഞു പൊട്ടില്ല, അങ്ങനെയുള്ള നല്ല അടിപൊളി ബാംഗിൾസും കൂടി ഉണ്ട്. ഇയാള് ലോപബുദ്ധ, ഇയാളിങ്ങനെ ആടിക്കും. ഇയാൾ ലൈറ്റ് വന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ലൈറ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ ആടും. സോലാറാണതേ. അപ്പോൾ നമ്മളിതാണ്ട് അവിടെ നമ്മൾ മുകളിൽ ഒരു ബുദ്ധ വെച്ചിട്ടുണ്ട്. അതുപോലെ ലോപബുദ്ധ ഉണ്ടോ. രാജേച്ചി വന്നിട്ടുണ്ട് രാവിലെ. ഇതാ രാജേച്ചി കൊണ്ടുവന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക സാധനങ്ങൾ. അയ്യോ എൻ്റെ സാധനം കേട് വരത്തില്ലടാ റോക്കൂട്ട കുറുമ്പനായിരിക്കുകയാണ്. റോക്കുവിനൊരു ബോൾ മേടിച്ചിട്ടുണ്ട്, അതൊന്ന് എടുക്കേച്ചി. അപ്പോൾ ഇത് ലോപബുദ്ധ. ഇതെങ്ങനെയാ വെച്ചാൽ സോലാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ അടി ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ മൂപ്പര ഇളകിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ കൈ കൊണ്ട് വീശിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു ലൈറ്റിൻ്റെ താഴെ വെച്ചാൽ മതി. അടിപൊളിയായിട്ടുണ്ടല്ലേ, ഭംഗിയായിട്ടുണ്ട്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടോ ലോപബുദ്ധ. ഓക്കെ, ഹായ്. കണ്ടോ തലയാട്ടി ചിരിക്കുന്ന ഒരു മോതിരം കേട്ടോ. നല്ലൊരു മോതിരം, നല്ല എന്താ പറയുക, മൾട്ടി കളേഴ്സിലുള്ളൊരു മോതിരം. ചെറിയ സൈസ് നന്ദുവിന് മേടിച്ചാണ്. നന്ദു ഇങ്ങനെയൊക്കെ ഇടുമെന്ന് വിചാരിക്കണം. നന്ദുവിന് ഇടേണ്ട. നമ്മുടെ ലോപബുദ്ധ തലയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോപബുദ്ധ അടുത്ത് വയ്ക്കാം ഒരു മോതിരം. പിന്നെ ഇത് കണ്ടോ, നല്ലൊരു മാല കേട്ടോ, അടിപൊളി മാലയാണ്. എന്താ സഫയർ ബ്ലൂവിൻ്റെ കളറിൽ നന്നായിട്ടുണ്ട്. ഇത് വിദ്യയ്ക്ക് ഇടാൻ പറ്റുമെങ്കിൽ വിദ്യയ്ക്ക് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇടാം. വിദ്യ ഇങ്ങനത്തെ ഇടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾക്ക് സഫയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സഫയർ കളർ, അതിനാണ് ഞാൻ ഈ കളർ മേടിച്ചത്. ഇതെന്തായാലും വിദ്യയ്ക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ വിദ്യയ്ക്ക് ഞാൻ മേടിച്ച വേറൊരു ലോട്ടസ് മാല കണ്ടതാ. ഇതും വിദ്യയ്ക്കുള്ളതാണ് ലോട്ടസ് മാല. ഇത് എത്ര രൂപയാണ്? 130 രൂപ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, ചോക്കർ പോലത്തെ നല്ലൊരു മാലയാണിത്. ഇതിനെത്രയായിരുന്നു? ഇത് 250 റുപ്പീസ്. നല്ല നല്ല കളക്ഷൻസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാൽ റേറ്റ് നമ്മൾ പ്രതീക്ഷിച്ചത്ര ഇല്ല. നല്ല നല്ല സാധനങ്ങൾ കേട്ടോ. കുറച്ച് നമുക്ക് സാരി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഉപയോഗിക്കാമല്ലോ. പിന്നെ വിദ്യയ്ക്ക് ഞാൻ മേടിച്ചതാണ് ഒരു കമ്മൽ. കണ്ടതാരാ? ലക്ഷ്മി ദേവി കണ്ടോ, മൂകാംബിക ദേവിയുള്ള ഒരു കമ്മൽ.
വിദ്യ സാരി ഉടുക്കുമ്പോൾ അത്യാവശ്യം ഇങ്ങനത്തെ വലിയ കമ്മലിടും. പക്ഷെ അല്ല, നല്ലതാണ്. എൻ്റെ ബാക്കൊക്കെ നല്ല സാധനം. അതുണ്ടോ, മൂകാംബിക ദേവിയാണത്. മൂകാംബിക ദേവിയുടെ. പിന്നെ ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തൊരു മാല കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു, ബിന്ദു ചേച്ചിക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി ഒരു മാല കേട്ടോ. ഇത്ര റേറ്റ് 120 രൂപയേ ഉള്ളൂ. പക്ഷെ ബ്യൂട്ടിഫുൾ. അതിന് കമ്മലുണ്ട്. ഇതും വിദ്യ സാരിയൊക്കെ കൊടുക്കാൻ ആൾക്ക് ബ്ലാക്കിനോട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനതാണ് എടുത്തത്. സാരി ഉടുക്കുമ്പോൾ ഉടുക്കാൻ പറ്റുമല്ലോ, അപ്പോൾ അങ്ങനത്തെ ഉള്ളത്. പിന്നെ ഞാനിവിടെ പിന്നെ ഇങ്ങനെ ഒരു മാല കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തൊരു മാല. ഓം എന്ന് എഴുതിയിട്ട് ഇതുണ്ടോ, നല്ലൊരു കറുപ്പ് ബീഡ്സുള്ള നല്ല കറുപ്പ് ബീഡ്സ് ഉണ്ടോ, അടിപൊളി മാല. ഓം നല്ല വെയിറ്റാണ് കേട്ടോ. ഈ ഓം കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഗ്ലാസ്സാണ്, ഗ്ലാസ് ഓം. നല്ലൊരു മാല. അപ്പോൾ ഞാനതൊരു 2 മാല വെച്ചു. ഞാൻ ചേച്ചിമാർക്ക് ഓരോന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഒരു ചേച്ചിമാർ നമ്മളെന്ത് മേടിച്ചാലും അവർ കൊണ്ടുവന്നാലും അവർ മേടിക്കും. ഇതാ പിന്നെ ഇങ്ങനെ ഒരു മാല, അടിപൊളി മാലകളാണ് കേട്ടോ. അതാ ഇങ്ങനെ മൂകാംബികയിലാണ് ഇതൊക്കെ, ഇങ്ങനെ കിട്ടുന്നതൊക്കെ മൂകാംബികയിലാണ് കണ്ടോ, നല്ല നല്ല മാലകൾ. പിന്നെ ഇതെനിക്കൊരു മാല ഞാൻ മേടിച്ചതാണ്, നല്ല മാല. അതാ പേളിൻ്റെ കേട്ടോ, ഇത് നല്ല മാല. അതാ കണ്ടോ, പേളിൻ്റെ മാല, അടിപൊളി മാലയാണത്. നല്ല ഡിസൈൻ മാല. പിന്നെ ഇതും ഞാൻ വിദ്യയ്ക്ക് മേടിച്ചാണ് കേട്ടോ. സെയിം കളറായില്ലേ മേടിച്ചതിൽ. ഇതും ഏകദേശം ഒരേ കളറായി. അപ്പോൾ അവൾ ചിലപ്പോൾ ഇങ്ങനെ വലുപ്പമുള്ളത് ഇടില്ല, അവൾക്ക് അങ്ങനെ വലുത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതൊന്ന് മേടിച്ചു. അപ്പോൾ ഇത് ചെറിയൊരു ചോക്കർ അത്രയേ ഉള്ളൂ, വളരെ കുഞ്ഞുള്ള മാലയാണ്. കളറുകളൊന്നാണെങ്കിലും. പിന്നെ വിദ്യയ്ക്ക് തന്നെ ഞാൻ വേറൊരു സഫാർ കളറിലൊരു കമ്മൽ മേടിച്ചു കേട്ടോ. ഈ ലോട്ടസിന് മാച്ച് ചെയ്തിട്ടുള്ളത് കോൺട്രാസ്റ്റ് പിങ്ക് ആൻഡ് നേവി ബ്ലൂവിൽ 2 കമ്മൽ ഇതുണ്ടോ വന്നിട്ടുണ്ട്. വിദ്യ അപൂർവമായിട്ടൊക്കെ ഇതൊക്കെ ഇടുള്ളൂ, എങ്കിലും ഭയങ്കര നന്നായിട്ടുണ്ട്. ഇതിന് മാച്ച് ചെയ്തിട്ട് ഈ കമ്മലിടാൻ പറ്റിയില്ലെങ്കിൽ സഫയറിന് മാച്ച് ചെയ്തിട്ട് ഈ കമ്മലിടാം, അങ്ങനെയും കൂടെ വയ്ക്കാം. പിന്നെ ഇതിന് കമ്മലടപ്പോൾ ഇതൊരു ബ്രേസ്ലെറ്റും കൂടി ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇതിങ്ങനെ. പിന്നെ അടുത്തത് കുറച്ച് മാലകളും ഉണ്ട്. ഇത് ഒരു ബ്രേസ്ലെറ്റ് കേട്ടോ. ഇത് നരസിംഹമൂർത്തിയുടെ. ഇപ്പോൾ ഇത് നന്ദൂനാണ്, നന്ദൂന് മേടിച്ചതായത് ഒരെണ്ണം നന്ദൂന്. പിന്നെ ഇത് കണ്ടോ, നല്ല ഇങ്ങനത്തെ പേൾ മാലകൾ എനിക്കിഷ്ടമാണ്. സാരി കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ പേൾ മാലകളിടും. ഇതൊരു തരം പേൾ കണ്ടോ, ഒരു സ്പെഷ്യൽ. ഇവിടെ നമുക്കൊന്നും കിട്ടുന്നില്ല ഇങ്ങനത്തെ പേൾസ്. ഒരു സ്പെഷ്യൽ ഡിസൈൻ. അവർ തന്നെ പറഞ്ഞു ഒരു പ്രത്യേക ഡിസൈൻ, ന്യൂ ഡിസൈനാണെന്ന്. അപ്പോൾ അതൊന്നും മേടിച്ചു. പിന്നെ ഇത് കണ്ടോ, ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് പേൾ മാല. ഭയങ്കര ഇഷ്ടമായി. ഇത് എനിക്കിഷ്ടപ്പെട്ടെടുത്തത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തൊരു സാധനം. ഇതിൽ കണ്ടോ ഈ മാല ആടിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിൻ്റെ ഇടയിൽ വെച്ച് കാണാൻ പാടാം. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതിനെ കുറച്ച് ഇങ്ങോട്ട് മാറ്റാം, എല്ലാം മാറ്റാം. ഇത് കണ്ടോ, മാറ്റിയെല്ലാം കൂടെ. ഇത് കണ്ടോ, ഇതെല്ലാം കംപ്ലീറ്റ് ഇത് ഈ സാധനങ്ങളുണ്ടോ. ഇത് നോക്കൂ, മംഗല്യസൂത്രമാണ് കേട്ടോ. മൂകാംബിക ദേവിൻ്റെ അടുപ്പം. ഇത് മൂകാംബിക ദേവി ഉണ്ട് ഇതിൽ കണ്ടോ, മൂകാംബിക ദേവിയുള്ള മംഗലസൂത്രം. അടിപൊളിയായിട്ട് കുഞ്ഞു മാലയും ഒരു മംഗൽസൂത്രം. അപ്പം ഞാനത് 2 മേടിച്ചു. അത് മംഗൽസൂത്രം ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുകയും ചെയ്യാം. അടിപൊളിയായിരുന്നു കേട്ടോ, സുമംഗലികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത് 2 മാല, കുറേ മാലകൾ. പിന്നെ കാണിക്കാം കേട്ടോ. നല്ല അടിപൊളി ബാഗ്, ചെറിയ ഹാൻഡ് ബാഗ്സ്, അടിപൊളി ബാഗുകൾ കേട്ടോ. നമുക്ക് ജസ്റ്റ് എവിടെയെങ്കിലും പെട്ടെന്ന് പോകണം വന്നാൽ ഒരു ഇതുണ്ടോ, ഇങ്ങനെ ഒരു നല്ല മിറർ വർക്ക്സൊക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങൾ എന്നൊക്കെ കേട്ടോ കാണിച്ചത്. ഇതിങ്ങനെ തുറക്കാം. ഇത് ഇങ്ങനെ ഒരു ചെറിയ അറയുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. സിബ് കണ്ടോ, ഇത് 2 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പോകും. അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ അധികം വെയിറ്റ് ഇല്ലാത്തൊരു ബാഗ്. അപ്പോൾ ഞാനത് 2-3 ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് മേടിച്ചു. എനിക്ക് ഒരെണ്ണമുണ്ട്, ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മേടിച്ചു. അങ്ങനെ 3 കളേഴ്സ് മേടിച്ചു ഉണ്ടോ. പിന്നെ അതിൻ്റെ തന്നെ കുഞ്ഞു ബേഴ്സുകളുണ്ട് കേട്ടോ. അതാ കുറച്ച് ചെറിയ ബേഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഒരു റാക്കേ ഉള്ളൂ. പിന്നെ ഇവിടെയുണ്ട്, നമുക്ക് മൊബൈൽ വെക്കാം,
പൈസയും വെക്കാം. ഇനി വലുത് ഇഷ്ടമില്ലാത്തവർക്ക് 2 കുഞ്ഞു ചെറുത് 2 മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വിദ്യമോൾക്ക് 1 മേടിച്ചതാണ്. ഇതിക്ക് ഏതാ കളർ ഇഷ്ടം വെച്ചാൽ അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ 1 2 3 4 5 6 ബാഗുകൾ മേടിച്ചിട്ടുണ്ട്. അടിപൊളി ബാഗാണ് കേട്ടോ. എത്ര ഡ്യൂറബിലിറ്റി ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയാണ്. നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോൾ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ഓക്കെ, കുറച്ച് ബനിയൻസാണ് കേട്ടോ. ഇതാ നമ്മുടെ മുരുടേശ്വരിൽ നിന്നുള്ളത് ഉണ്ടോ, ഭഗവാന്റെ മുരുടേശ്വരല്ലേ, ഇതുണ്ടോ ഇങ്ങനെയുള്ളത്. ഇതൊന്ന് വിടർത്തി കാണിച്ചു ശിവേട്ടാ. ശിവേട്ടപ്പെട്ടിരിക്കുന്നത് നമ്മൾ അയോധ്യയിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ്. ഇതുണ്ടോ, ഐ ലവ് മുരുടേശ്വർ. ഇത് നന്ദൂനാണ്. ഇതൊരെണ്ണം നന്ദൂന്, പിന്നെ ഇതൊരെണ്ണം ആദിയോഗിയുടെയും നന്ദു അല്ലേ. ഇത് 2 കറക്റ്റ് സൈസാണോ എന്നറിയില്ല. ആദിയോഗിയുടെ ഒരു ചിത്രമുള്ളതൊന്നും നോക്കൂ. ശിവഭഗവാൻ ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇത് 2 നന്ദുവിന് മേടിച്ചു. ഡ്രസ്സ് ഞാൻ അധികം ആൾക്കാർക്ക് മേടിച്ചില്ല, കാരണം എന്താ വെച്ചാൽ ഇത് തുറക്കും ഷേട്ടാ. സെയിം തന്നെ ശിവേട്ടൻ 1 മേടിക്കും. ശിവേട്ടൻ ഇങ്ങനത്തെ കിടക്കണ്ടോ. ഇത് ഞങ്ങൾ അയോധ്യ പോയപ്പോൾ വാങ്ങിച്ച ഡ്രസ്സാണ് ശിവേട്ടൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ നമ്മളത് മേടിച്ചു എന്നുള്ളത്. എത്ര ഞങ്ങൾ പോയിട്ട് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായില്ലേ ആയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ നമ്മൾ ആ ബനിയൻ ഇടണമുണ്ട്, നമ്മളത് ഓർക്കണമുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ഇത് ശിവേട്ടൻ, അതുപോലെ ലവ് മുരുടേശ്വറുണ്ട്. ശിവേട്ടൻ്റെ സൈസിലൊരു ബനിയൻ. പിന്നെ ഡ്രസ്സ് ഞാൻ അധികം ഗിഫ്റ്റ് കൊടുക്കാൻ മേടിക്കില്ല, കാരണം അത് നമുക്ക് സൈസിൻ്റെ ഒരു പ്രോബ്ലം വരും. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. പിന്നെ അച്ഛനും ബ്രേസ്ലെറ്റ്, അങ്ങനെയുള്ള അച്ഛനൊരു ഓം ബ്രേസ്ലെറ്റ്, അങ്ങനെയൊക്കെ ഉള്ളത്. ഇവിടെ നമ്മുടെ കുഞ്ഞു ലോപബുദ്ധി ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ലൈറ്റ് വന്ന് ഇങ്ങനെയാക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൂകാംബിക ഉടുപ്പിയിൽ നമുക്ക് അധികം ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾ പെട്ടെന്ന് മൂകാംബിക എത്തണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റിയില്ല. ഇത് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങിച്ച ഇതൊക്കെയാണ്. മാല, വള, കമ്മൽ. സ്ത്രീകൾക്ക് അതൊക്കെയല്ലേ പ്രാധാന്യം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സമയക്കുറവായി, അല്ലെങ്കിൽ നമ്മൾ കുറേയും കൂടെ സാധനങ്ങൾ മേടിക്കുകയായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. ഓക്കെ, അപ്പം ഇനി അടുത്ത ട്രിപ്പുമായിട്ട് അടുത്തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടെ കാണിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു. താങ്ക് യു.